എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷഫീഖ് എന്നാണ്. ഞാനിപ്പോൾ വയനാട് ജില്ലയിൽ തിരുനെല്ലി പ്രദേശം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അത് ആ ഏരിയ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പം നമ്മൾ പോണ റോഡാണ് തിരുനെല്ലിക്കുള്ള പുതിയ റോഡ്. അതായത് നമ്മൾ സാധാ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ അല്ലാതെ വേറെ കാട്ടിക്കുളം ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ചും കൂടി വരുമ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ റോഡൊന്ന് കാണിച്ചു കൊടുത്ത് ഈ റോഡ് വഴി നമ്മൾ അങ്ങനെ തിരുനെല്ലി അമ്പലത്തിലോട്ട് പോകാൻ പറ്റും. ഇത് നല്ല അടിപൊളി, നല്ല വ്യൂ ഉള്ള, നല്ല ഭംഗിയുള്ള ഒരു റോഡ് തന്നെയാണ് ഇതും. ഒരു പ്രത്യേക ഒരു ഫീലാണ്. നെട്ടറ ഗ്രാമം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. ആ തിരുനെല്ലി നമ്മളെല്ലാവരും വരെങ്കിലും കൂടിയിട്ട് നമുക്ക് അറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെ ചുറ്റുഭാഗം നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ തിരുനെല്ലിയിൽ. അതിൽ പെട്ടൊരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാണിച്ചു കൊടുത്തേ. Under the boughs where the shadows play, the wind hums songs at the break of day. പിന്നെ നമ്മൾ പോയത് വിശാലമായ പാടത്തേക്കാണ്. അതായത് പാടത്തോട് ചേർന്നൊഴുകുന്ന പുഴയും, അതായത് അമ്പലത്തിൽ നിന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ. ഇത് താഴത്ത് കറങ്ങുകയാണെങ്കിൽ 500 മീറ്റർ പോയാൽ ഫുള്ള് പാടങ്ങളാണ്. ഇതാണ് കാളിന്തി പുഴ കേട്ടോ. അതായത് ബ്രഹ്മഗിരി മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് കാളിന്തി പുഴ. തിരുനെല്ലിയിലാണ് ഇതിൻ്റെ ഉത്ഭവ സ്ഥാനം. തിരുനെല്ലി പുഴയുടെ അടുത്ത് തന്നെയാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടവും. അപ്പോൾ സഹ്യ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കോട്ടേജും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ മൊത്തത്തിൽ സീസൺ കഴിഞ്ഞെങ്കിലും, ചെണ്ടുമല്ലി സീസൺ കഴിഞ്ഞെങ്കിലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയിരിക്കണം. പക്ഷെ എന്നാലും ഭംഗിക്കും അവിടുത്തെ ഒരു ആംബിയൻസിനും ഒരു കുറവില്ല. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. തിരുനെല്ലിയിൽ നമുക്ക് ഒരു എക്കോ ടൂറിസം ഉണ്ട് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ. അതായത് നമ്മൾ മലമുകളിലേക്ക് നടന്നു പോകും. നമ്മൾ ബ്രഹ്മഗിരി ഇക്കോ ടൂറിസം സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അത് നമ്മളവിടെ ചെന്ന് വണ്ടി നിർത്തിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കാട്ടിലൂടെ മേലോട്ട് നടന്നു പോകും. അവിടെ നല്ല വ്യൂ പോയിന്റുകളും പറ്റുമെങ്കിൽ നമുക്ക് മൃഗങ്ങളെയും ഒക്കെ കാണാനൊക്കെ പറ്റും. ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. നമ്മൾ തിരുനെല്ലി കാട്ടിലുള്ള കാണിച്ചു കൊടുത്താണ്. ആനനെ കാണിച്ചു കൊടുക്ക്. അതിൻ്റെ ഉള്ളിലത് വേറെ ഉണ്ട് കേട്ടാ. കണ്ടാ, രാത്രി നമ്മൾ കാട്ടിക്കുളന്ന് തിരുനെല്ലിക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. അത് ഫുള്ള് ഫോറസ്റ്റാണ്. ഫുള്ള് ആനകളും അതേപോലെ കടുവ, അതേപോലെ കാട്ടുപോത്ത്, മാനുകൾ, ഇതൊക്കെ എപ്പോഴും റൂട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാത്രി യാത്ര നല്ല ശ്രദ്ധിച്ചു വേണം ഈ റൂട്ട് പോയി ഡ്രൈവ് ചെയ്ത് വരാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് തിരുനെല്ലിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ അമ്പലത്തിൻ്റെ പരിസരത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ചുറ്റുഭാഗമുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.